കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്ത് RSS പ്രവർത്തകന് നേരെ ആക്രമണം. RSS പ്രവർത്തകനായ ആദിത്യനാണ് പരിക്കേറ്റത്. ആക്രമണത്തിന് പിന്നിൽ CPIM പ്രവർത്തകരാണെന്നാണ് ആരോപണം. 2 ബൈക്കുകളിലെത്തിയ 6 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. വലത് കൈക്ക് പരിക്കേറ്റ ആദിത്യനെ തലശ്ശേരിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അർജുൻ കല്യാടുടെ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും. അർജുൻ കല്യാട്, എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. അപർണ, അതായത് ഇന്ന് ധർമ്മടത്ത് വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം RSS പ്രവർത്തകനായിട്ടുള്ള ആദിത്യന് നേരെ ഉണ്ടാവുന്നത്. ധർമ്മടത്ത് RSSന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്ന ഒരു സേവാ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇടയിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ആദിത്യന് നേരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് CPIM പ്രവർത്തകരാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ RSSന്റെയും അതുപോലെ തന്നെ BJP നേതാക്കളുടെയും ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. 2 ബൈക്കുകളിൽ എത്തിയിട്ടുള്ള 6 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് RSS പ്രവർത്തകർ ഈ വെട്ടേറ്റ ആദിത്യന്റെ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ ആക്രമണത്തിന് പിന്നിൽ ഈ CPM പ്രവർത്തകരാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ BJP നേതാക്കളെല്ലാം തന്നെ ഉറപ്പിച്ചു പറയുന്നത്. കാരണം ഈ ധർമ്മടത്ത് നിർമ്മിക്കുന്ന ഈ സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ആ മേഖലയിൽ നിലനിന്നിരുന്നു. CPM പ്രവർത്തകരുമായി ചില വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് CPM പ്രവർത്തകരാണ് ഇത്തരം ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമാണ് RSSന്റെയും BJPയുടെ നേതാക്കളുടെയും ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പരിക്കേറ്റിട്ടുള്ള ആദിത്യൻ ഇപ്പോൾ തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആദിത്യന്റെ വലത് കൈക്കാണ് പരിക്കേറ്റ് ഇരിക്കുന്നത്. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.